ആലപ്പുഴ മാന്നാർ കേസിലെ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാഴ്ചത്തേക്കാണ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മാന്നാറിലെ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചുരുളഴിയുന്നതിന്റെ മണിക്കൂറുകളാണ് കടന്നുപോയത്. 15 വർഷം മുൻപ് നടന്നൊരു കൊലപാതകം, അതിൽ വളരെ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു. അതിനെ ചുവട് വെച്ച് നടത്തിയ അന്വേഷണം, ആ അന്വേഷണം എത്തി നിന്നത് കലയുടെ 15 വർഷം മുൻപ് കാണാതായ കലയുടെ മിസ്സിംഗ് എന്ന് പറയുന്നത് അതൊരു കൊലപാതകമാണ്, വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് നടന്നത് എന്ന നിഗമനത്തിലേക്ക്, സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിനുശേഷം വിദേശത്തുള്ള കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ഈ കേസിലെ പ്രതി എന്നറിയുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികൾ നിലവിൽ റിമാൻഡ് ചെയ്യപ്പെട്ട സാഹചര്യമാണുള്ളത്. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജി, വിശദമായ വിവരങ്ങൾ എങ്ങനെ? അല്പസമയം മുൻപാണ് ഈ 3 പ്രതികളെയും 14 ദിവസത്തേക്ക് ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും ആവശ്യപ്പെട്ടിരുന്നു. പ്രതികളെ 6 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെട്ടത്. കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ഈ പ്രതികൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം, അതിന് ഉപയോഗിച്ച ആയുധം, ഇത്തരം സാധനങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കലയുടെ ശരീര അവശിഷ്ടങ്ങൾ, അതിന്റെ കൂടുതൽ ഭാഗങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ അന്വേഷണ സംഘം സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തേക്ക് പ്രതികൾക്ക് പോലീസ് കസ്റ്റഡി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതികളുമായിട്ട് പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളും മറ്റുമുണ്ടോ എന്നുള്ള കാര്യം മജിസ്ട്രേറ്റ് പ്രതികളോട് അറിഞ്ഞിരുന്നു. പക്ഷെ അതിൽ ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ അവരോട് ചോദിച്ചു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള ചികിത്സ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്നും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ 6 ദിവസമാണ് ഇപ്പോൾ ഈ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഈ വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ശരീര അവശിഷ്ടങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും അതോടൊപ്പം തന്നെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചു ഷാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെയൊക്കെ സാഹചര്യവും അതിനുപയോഗിച്ച മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ കേസുമായി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൊടുക്കുമെന്നാണോ? ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വേണ്ടി, അങ്ങനെയാണോ? അതായത് 14 ദിവസത്തേക്കാണ് ഈ 3 പ്രതികളെയും പോലീസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ 14 ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും ഈ കസ്റ്റഡി അപേക്ഷയിൽ ഇവർക്ക് 6 ദിവസം പോലീസിന് നൽകിയിരിക്കുന്നത്. ഇത് രണ്ടും ഈ റിമാൻഡ് കാലാവധിയിൽ തന്നെ ആയിരിക്കും ഇവർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ, ഈ 6 ദിവസങ്ങളിൽ പോലീസ് ഈ പ്രതികളുമായിട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടികളുമായിട്ടായിരിക്കും മുൻപോട്ട് പോകുന്നത്. എന്തായാലും ഈ കേസിൽ ഇനി ഇപ്പോൾ അനിൽകുമാർ, പ്രധാന പ്രതിയായിട്ടുള്ള അനിൽകുമാർ കൂടി നാട്ടിലെത്തേണ്ടതുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അനിൽകുമാർ ഈ പെൺകുട്ടിയിലുള്ള അവിഹിത ബന്ധമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാക്കി 3 പേർ ഈ കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും ഉള്ളത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ഈ 3 പ്രതികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലും വിട്ടിരിക്കുകയാണ്. ഷാജി, അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായതെന്ന് പറയുന്നത് ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. എന്താണ് ഫോറൻസിക് പരിശോധനാ ഫലം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ, അതോ അത് കിട്ടാൻ വൈകുമോ? എന്താണ്? അന്വേഷണ സംഘത്തോട് നമ്മൾ ഇന്ന് ഇക്കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് ഒരാഴ്ചയിലധികം സമയം വേണ്ടിവരും. കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. അത്തരം പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഫോറൻസിക്കിന്റെ വിവരങ്ങൾ, അതിന്റെ റിപ്പോർട്ടുകൾ പോലീസിന് ലഭ്യമാകുകയുള്ളൂ. നിലവിലത് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം പരിശോധനകളൊക്കെ തന്നെ ആലപ്പുഴയിലും മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ പോലീസിന്റെ തന്നെ ലാബിലുമൊക്കെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ലാബിന്റെ റിപ്പോർട്ട് വരുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരാഴ്ച എടുക്കും. അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകളും മറ്റും ശേഖരിക്കാൻ പോലീസ്
മുന്നോട്ട് വരിക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടുതലായിട്ട് ഇപ്പോൾ പോലീസിന്റെ പക്കലില്ല. ഇത് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ 6 ദിവസത്തേക്ക് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഷാജി, ഈ ശാസ്ത്രീയ തെളിവുകളുടെ അപാകത എന്ന് പറയുന്നത് അത് ഈ കേസിന് ഒരുപക്ഷെ ആ കേസിനെ പിന്നോട്ടടിക്കുന്ന ഒരു ലക്ഷണമാകാൻ തന്നെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ? അതായത് നേരത്തെ നമ്മൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അപ്പോൾ പ്രതികൾ പ്രതികരിക്കാൻ ഒന്നും പറയാനില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള, റിമാൻഡിലായിട്ടുള്ള 2, 3, 4 ഈ 3 പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഈ പ്രതികളൊക്കെ തന്നെ പോലീസിന് മുൻപാകെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും കൊലപാതകത്തിൽ നേരിട്ട പങ്കില്ല. കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മൃതദേഹവുമായി മാന്നാറിലെത്തുകയും അനിൽകുമാർ എത്തുകയും ഇവരെ വിളിച്ചു വരുത്തി അത് മറവ് ചെയ്യുന്നതിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ള ഈ 3 പ്രതികൾക്കുമെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നതും. അത് തന്നെയാണ് കാര്യം. അവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കില്ല. ഈ അനിൽകുമാർ കൊലപ്പെടുത്തിയ ശേഷം മാരുതി കാറിലിട്ട് കൊണ്ടുവരുമ്പോൾ അത് മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിലും പറയുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സെപ്റ്റിക് ടാങ്കുകൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോയത്. പക്ഷെ അവിടെ നിന്നൊന്നും കാര്യമായിട്ടുള്ള യാതൊരു തെളിവുകളും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ലഭിച്ച ചില വസ്തുക്കൾ അതൊക്കെ തന്നെ ലാബിലെ പരിശോധനകൾക്ക് ശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിൽ അത് സമയം വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരം പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും അതിന്റെ റിപ്പോർട്ട് വരിക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള സംബന്ധിച്ച് പോലീസിന് തീരുമാനിക്കേണ്ടി വരും. ഇനി മറ്റെവിടെയെങ്കിലും കൊണ്ട് ഈ ശരീരം, പെൺകുട്ടിയുടെ ശരീരം നശിപ്പിച്ച ഇത്തരം കാര്യങ്ങളും കൂടുതലായിട്ട് പോലീസിന് എന്തായാലും ഈ പ്രതികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എംബസി മുഖേന വിദേശത്തുള്ള ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് ഇവരോടൊപ്പം തന്നെ ചോദ്യം ചെയ്ത് ഇതിലൊരു സ്ഥിതിഗതികൾ പൂർണ്ണ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതിലേക്ക് അതുകൂടി ആവശ്യമായിട്ട് വരും. അപ്പോൾ പ്രതിയെ, അതായത് വിദേശത്തുള്ള അനിൽകുമാറിനെ കൂടെ നാട്ടിലെത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും.